ഷോർട്ട് ഗ്ലാസ് ഇല്ല, തൽക്കാലം ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം ഐറിഷ് സാധനമാണ്. ഊണൊക്കെ കഴിഞ്ഞിരുന്ന് പിടിപ്പിക്കാൻ അടിപൊളി. നീ ഹാപ്പിയാണോടാ? ഇതെന്നെ കണ്ടിട്ട് ഹാപ്പി അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, നീ ഹാപ്പിയാണോ? ആ ഇല്ലല്ലേ? പഴയ കൂട്ടുകാരെ കണ്ടപ്പം വരിയെന്ന് പോയൊരു ഫീല് നിന്റെ മുഖത്തുണ്ടായിരുന്നു. നമ്മുടെ ക്ലോക്ക് പിന്നോട്ടല്ലേ പോണേ കുഞ്ഞുട്ടാ. ലോനപ്പാ, ക്ലാസിൻ്റെ ഏറ്റവും പുറകിലിരുന്നൊരു പുഴുപ്പല്ലം പയ്യനുണ്ട്. അവനെ ഒരു ദിവസം കൊണ്ട് സ്റ്റാറാക്കിയവനാ നീ. അതെനിക്ക് തന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ലല്ലോ അപ്പം. ഇപ്പോഴും ഒന്ന് ടിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കും. എന്നിട്ട് പേഷായിട്ട് പല്ല കാണിച്ച ഒരൊറ്റ ചിരിയാണ്. അതാണ് ഈ ഡോക്ടർ കുഞ്ഞുട്ട. ഹലോ. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടാ. വക്കീലാണ്, ഒന്ന് സംസാരിച്ച. ഹലോ സർ. ഞങ്ങളിനി ഒരുമിച്ചുണ്ടാവില്ല. അവള് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്. ഞാൻ തിരിച്ച് ദുബായിലേക്ക്. ഡൈവേഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട്, മ്യൂച്വൽ അഗ്രിമെന്റ്. നീ എന്തായി പറയണ കുഞ്ഞുട്ടാ? നീലിമയുടെ അച്ഛൻ്റെ ആണ്ടായിരുന്നു, അതിനാ ഇപ്പം വന്നത്. അത് കഴിയണവരൊന്ന് പിടിച്ചിരിക്കണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചു, അത് മതി. ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഓക്കെ. നമ്മളിന്ന് പൊളിക്കുന്നു, അത്രേ ഉള്ളൂ. കുഞ്ഞു വിളമ്പിയല്ലേ, നീ വിഷമിക്കൊന്നും വേണ്ട. ഇത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എടുത്ത തീരുമാനമൊന്നുമല്ല. എന്നാലും ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ട്. ആര് പറഞ്ഞു ഇത് ഇത്ര സിമ്പിൾ ആണെന്ന്? ലോനപ്പാ, നമുക്ക് ഈ മൂടങ്ങോട്ട് മാറ്റി പിടിച്ചാലാ? കാലത്ത് സ്കൂളിൽ പോകാനായിട്ട് ഇതിന്റെ കരയിലെത്താൻ ഞാൻ പെട്ട പാട് എന്നും ഞാൻ വരുമ്പോഴേക്കും വഞ്ചി പോയിട്ടുണ്ടോ? ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് കാലം എത്രയെന്നറിയാം. അതെ, ഇടയ്ക്കൊക്കെ നിനക്ക് ഇവിടെ വന്നിരുന്നൂടെ? നല്ല ഐഡിയാസ് ഒക്കെ കിട്ടൂടാ. അല്ല, പുതിയ കഥ വല്ലതും ഉണ്ടോ? നമ്മുടെ അക്ഷരങ്ങളൊക്കെ പണയത്തില്. പേപ്പറും പേനയൊക്കെ കണ്ടിട്ട് കാലം കുറേ. പണ്ടേ എഴുതി വെക്കലൊന്നും ഇല്ലല്ലോ. നെല്ലിക്കച്ച കഴിച്ചു വിട്ട പോലെ ഷർന്നങ്ങ് പറയലല്ലേ. എന്തെങ്കിലും ഒന്ന് പറയാന്നേ. ഒന്നും അങ്ങോട്ട് മനസ്സിൽ വരുന്നില്ലേ? നിനക്കൊരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടി ഞാനൊരു പാട്ടൊക്കെ പാടിയാലാ? എന്നാ ഞാൻ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. പറ. പറയട്ടെ. പറയേ. അങ്ങ് അകലെ പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്നൊരു പുഴയുണ്ടായിരുന്നു. വനത്തിലെ അത്യപൂർവമായ വൃക്ഷങ്ങളെയും പാറക്കെട്ടുകളെയൊക്കെ തഴുകി അവളങ്ങനെ വിശുദ്ധിയായിട്ട് ഒഴുകി. ആകാശവും ഭൂമിയും പ്രതിബിംബിക്കുന്ന മനോഹരമായൊരു ജലധാര. പുഴയെ ഒഴുകി ഒഴുകി ഒടുവിലൊരു മരുഭൂമിയിലെ ചെന്നങ്ങടെത്തി. അവള് മുന്നോട്ട് നീങ്ങാൻ ആഞ്ഞതും ഉണങ്ങി വരേണ്ട മണൽത്തരികള്
അവളെ അങ്ങോട്ട് കൂട്ടിക്കാൻ തുടങ്ങി. പുഴയ്ക്ക് ഭയായി. അവള് വീണ്ടും മുന്നോട്ടായാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ അവളെ ഭയപ്പെടുത്തിക്കൊണ്ട് മരുഭൂമിയിലെ മണൽത്തരികൾ അങ്ങനെ അനന്തമായിട്ട് അങ്ങനെ നിന്നു. ആ സമയം അതിലൂടെ കാറ്റങ്ങോട്ട് വീശാൻ തുടങ്ങി. കാറ്റ് പുഴയോടെ പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെടുന്നേ, നിന്നെ ഞാൻ ഈ മരുഭൂമിക്ക് അപ്പുറം കടത്തി തരാന്ന്. പുഴയ്ക്കങ്ങോട്ട് സന്തോഷമായി. പക്ഷേ അതിന് നീ നീരാവിയാവണം. കാറ്റ് പറഞ്ഞു, നീരാവിയായി നിന്നെ ഞാൻ എൻ്റെ ചുമലിലേറ്റ് മരുഭൂമി കടത്തിത്തരാം. പുഴയ്ക്കങ്ങോട്ട് സങ്കടമായി. അവള് പറഞ്ഞു, ഞാൻ പുഴയല്ലേ, എനിക്ക് പുഴയായിട്ടല്ലേ ഒഴുകാൻ പറ്റൂ. പുഴ വീണ്ടും മുന്നോട്ടാഞ്ഞു. അവള് വീണ്ടും പരാജയപ്പെട്ടില്ലേ. കാറ്റ് വീണ്ടും പറഞ്ഞു, നീ അങ്ങോട്ട് നീരാവിയാവ്, നിന്നെ ഞാൻ മരുഭൂമിക്കപ്പുറം എത്തിക്കാം. അവിടെ ഒരു പുതിയ ലോകം ഉണ്ടട്ടാ. അവൾ അവസാനം മനസ്സില്ല മനസ്സോടെ നീരാവി അവനങ്ങോട്ട് തീരുമാനിച്ചു. കാറ്റ് അവളെ കൊണ്ട് അങ്ങോട്ട് പറന്നില്ലേ. അവരാ മരുഭൂമി കടന്നു. അവളെ സ്വീകരിക്കാൻ പുതിയ ആകാശം ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നീരാവി മഴയായിട്ടങ്ങോട്ട് പെയ്തു. അവൾക്കതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും ഒരു നീർച്ചാലായിട്ടങ്ങോട്ട് മാറുകയായിരുന്നു. പഴയതിലും മനോഹരിയായിട്ടുള്ളൊരു പുഴ. അവൾ ഒഴുകിയ തീരങ്ങളിൽ വൃക്ഷങ്ങൾ അങ്ങനെ തഴച്ച് വളരാൻ തുടങ്ങി. അവയുടെ ഇലകൾക്ക് അത്ഭുത ശക്തി ഉണ്ടായിരുന്നു. ഒരു വില്ലേജ് മാഗസിൻ നമ്മുടെ നാട്ടിലെ ആളുകളെ കുറിച്ചും അവരുടെ കഥകളും കവിതകളും അനുഭവങ്ങളും നേട്ടങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാഗസിൻ എല്ലാ വീട്ടിലേക്ക് ഇടൂട്ടാ. സംഭവം ഇതൊരു പുതിയ പരിപാടിയാണ്. ഫണ്ട് റോൾ ചെയ്യണ്ടാവണട്ടാ. നീ സെറ്റപ്പ് ആക്കിക്കോ, കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ആക്കാം. ഓ നീ എന്തൊക്കെയോ പരിപാടികൾ തുടങ്ങണമെന്ന് കേട്ടല്ലോ. ആരാ പറഞ്ഞേ? അതാരോ ആയിക്കോട്ടെ. എന്താ ഞങ്ങൾ അറിയാത്തൊരു പരിപാടി? ഏയ്, പീഡിയൊക്കെ ഒന്ന് ഉഷാറാക്കണം. ഓ, പിന്നെ പിന്നെ ചെറിയ രീതിയിലൊരു പബ്ലിക്കേഷൻസ്. പബ്ലിക്കേഷൻസാ? ആ, ഒരു മാഗസിന്. എന്തിട്ടെന്ന്? ലോന, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒന്നാമത് നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിതിനെ പറ്റിയൊക്കെ അന്വേഷിച്ചെന്റെ വലിയേച്ചി. ചെറിയ രീതിയിലൊരു പരിപാടി അത്ര ഉള്ളൂ. ആ, ലോനപ്പേട്ടൻ സ്കൂളില് കഴുത്തു മാസികയുടെ എഡിറ്റർ ആയിരുന്നില്ലേ? അത് തന്നെ എനിക്ക് പേടി. അപ്പാപ്പനെ കടയേൽപ്പിച്ചപ്പോ എന്തുട്ടാ പറഞ്ഞേ? ഇത് വിട്ട് വേറൊന്നും ചെയ്യരുതെന്നല്ലേ? അതിന് പീഡിയെ വിട്ട് കളിക്കണല്ലോ. അത് നന്നായിട്ട് നോക്കിയാ പോരെ. ഒരു പരിപാടി മെനക്ക് നടത്താണ്ട് എങ്ങനെയാ മോനെ രണ്ടും കൂടെ നടത്തണേ?